ഹലോ, ഗുഡ് മോർണിംഗ്. സിന്ധു മോളോസിൻ്റെ ഇന്നത്തെ പുതിയ ഹാപ്പി വീഡിയോയിലിട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നേ എൻ്റെ സംഘമാണ് ഇവിടെ. അവരെല്ലാവരും കൂടെ കാണാൻ വരാൻ വേണ്ടിയിട്ട് കുറേ ദിവസം കൊണ്ട് വരുന്നു. അപ്പോൾ ഇന്ന് സംഘം കൂടെ വെച്ചിട്ട് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ടേ അങ്ങനെ ഇന്നിവിടെ സംഘം കൂടിയേക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വരും. അതിൻ്റെ ഒരു ഒരുക്കങ്ങളും കാര്യങ്ങളും വലിയ ഒരുക്കങ്ങളും കാര്യങ്ങളൊന്നുമില്ല. എനിക്ക് നിന്നിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എല്ലാ പ്രാവശ്യവും ഞാൻ എന്തെങ്കിലും ഏത്തക്കോളിയൊക്കെ ഇങ്ങനെ കൈവച്ച് ഉണ്ടാക്കി കൊടുക്കാറോ പതിവ്. പക്ഷേ ഈ പ്രാവശ്യം എനിക്ക് പറ്റത്തില്ലാത്തതുകൊണ്ട് ഒത്തിരി നേരം നിൽക്കാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് അത് തിരുമ്മിയിട്ട് വന്നതിൻ്റെ പിറ്റേ ദിവസമല്ലേ, വൈദ്യരുടെ അടുത്ത് പോയിട്ട് വന്നതിൻ്റെ പിറ്റേ ദിവസമാണ്. അപ്പം ഇന്ന് ഭയങ്കര പാട് പിടിച്ച പരിപാടിയായിരുന്നു. രാവിലെ വയറിളക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അയ്യോ, 2-2:30 ആയപ്പിനെ എനിക്കൊന്ന് നേരെ നിൽക്കാൻ ജീവൻ കിട്ടിയത്. അതേ ഓണക്കായിരുന്നു. അപ്പം ഒട്ടും വയ്യാത്ത ദിവസമായതുകൊണ്ട് ഒന്നും ഉണ്ടാക്കിയൊന്നും കൊടുക്കുന്നില്ല. എന്തെങ്കിലും ഇച്ചിരി തട്ടിക്കാം നമുക്കല്ലേ. അപ്പോൾ കുമാര ചേച്ചി വന്ന് ഇന്ന് രാത്രി അമ്മുവൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അമ്മു വിഷ്ണു കുഞ്ഞൂടെ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം കുമാര ചേച്ചി കയറി വന്ന് മീൻകറിയോ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ കയറി വന്ന് ചായക്കുള്ള സാധനങ്ങളും കാര്യങ്ങളും എല്ലാം സെറ്റാക്കി വെച്ചിട്ട് പോയിട്ടുണ്ട് കുമാര ചേച്ചി. ഒന്ന് സ്മിതേനെ കയറ്റി വിടാം, ഇതല്ലെങ്കിൽ വരുന്ന ആരെയല്ലോ അവളുമാരോട് കാപ്പി ഇട്ടോളാൻ പറഞ്ഞാൽ മതി, സിന്ധു ചെയ്യണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. നല്ല വേദനയുണ്ട്. ഇന്നേ ഒത്തിരി പ്രാവശ്യം നമ്മൾ എണീക്കുകയും പിറക്കുകയും ചെയ്തില്ലേ. മിനിറ്റിന് ടോയ്ലറ്റിൽ പോകാൻ തോന്നുന്നു. പിന്നെ എന്നാ ചെയ്യാൻ, അതുകൊണ്ടാന്ന് തോന്നുന്നു. ഇന്നലെ എനിക്ക് യാത്ര ചെയ്ത് വന്നിട്ടും ഇച്ചിരി വേദനയ്ക്ക് കുറവുണ്ടായിരുന്നു കേട്ടോ. ഇന്നിപ്പം വേദനയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്ന കാര്യങ്ങൾ. വേദനയൊക്കെ മാറാനായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക. പിന്നെ എൻ്റെ കൂട്ടുകാരെ ഒന്നും കഴിഞ്ഞ മാസം എനിക്ക് ഇറങ്ങി പോകാൻ പറ്റാഞ്ഞുകൊണ്ട് കണ്ടിട്ടില്ല. അപ്പോൾ ആരൊക്കെ വരും എന്നറിയത്തില്ല. ചിലപ്പം വളരെ കുറച്ച് ആൾക്കാരെ കാണത്തുള്ളൂ, മഴയും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട്. പിന്നെ ജോലിയുള്ളവരും കടയുള്ളവരും ലാഭമുള്ളവരും ഒക്കെ ഉണ്ട്. അവരൊക്കെ വരുമെന്നൊന്നും അറിയത്തില്ല. എന്തായാലും വരുന്നവരൊക്കെ വരട്ടെ, നമുക്ക് കാണാം അല്ലേ. അപ്പോൾ ഇന്നത്തെ നല്ല നമ്മുടെ സന്തോഷമുള്ള വീഡിയോ ഇട്ട് പോകാം. ബൈ. ഇത് ഞങ്ങളുടെ വെറ്റി ചേച്ചി കേട്ടോ, ഞങ്ങളുടെ ഇതിൻ്റെ പ്രസിഡന്റ്. അതേ വെറ്റി ചേച്ചി കേട്ടോ ഇന്ന് ചായയും കോഫിയൊക്കെ ഇടുന്നത്. ഇത് മേടിച്ച മാമ്പഴം. മുളക് പൊടി ഇടണം വെറ്റി ചേച്ചി. പുളിയുണ്ട് ചെറുതായിട്ട്, വേണമെങ്കിൽ ഇച്ചിരി മുളക് പൊടി തുള്ളിയാൽ നല്ലതായിരിക്കും. അയ്യോ വേണ്ട, എല്ലാവരുടെയും കണ്ടി തോന്നി. ഇത് പറ്റിയിട്ട് പരിപാടിയാ. അല്ല എല്ലാ പ്രാവശ്യം വല്ല ഏത്തക്ക പുളിയോ ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് കേട്ടോ. പറ്റിയിട്ട് ഉടായ്പ പരിപാടി. കൊണ്ടുവെക്കും. ദൈവമേ, എന്നിട്ട് സങ്കടമായി കാണും. ശരി, കിടപ്പ് മതിയല്ലോ അല്ലേ, മധുരവും. അപ്പം മതി. ഇനി കപ്പിനകത്തോട്ട് ഊട്ടിക്കൊണ്ട് കൊടുത്താൽ മതി. അതിനാ കപ്പിലോ ഗ്ലാസ്സിലോ കാര്യമായിട്ട് സംഘം കൊണ്ടു കേട്ടോ എല്ലാവരും. കഴിഞ്ഞ മാസം ഒരു ടൂർ പോയിട്ട് വന്നു കേട്ടോ. അടുത്ത ടൂർ എങ്ങോട്ടാ പോകേണ്ടത് പ്ലാനിങ് കേട്ടോ. ഇനി ഞാനില്ലാതെ ഒറ്റ ഒരെണ്ണം ടൂർ പോയിട്ടുണ്ടായി. എന്റെ സ്വഭാവം മാറി. ദൈവമേ, അല്ല പോയിട്ട് 1 മാസം ആയതോളൂ. അല്ല പോയിട്ട് 1 മാസം ആയതോളൂ ശരി. ഇനി എങ്ങോട്ടാ പോകുന്നതെന്ന്. അതെ, നമ്മുടെ വയ്യാഴി മാറണ്ടേ. എനിക്കാ എന്റെ അമ്മോ, വിശേഷം എന്നാ ഉണ്ട്? എന്താണോ നീ പാപ്പുനെ കാണാൻ വന്നാണോ? ഓയ്യോടാ, 2-3 ദിവസം കൊണ്ട് പറയാന്ന് പാപ്പുന്റെ അടുത്ത് പോകാം, പാപ്പുന്റെ അടുത്ത് പോകാം. അതെന്നാ നീ പാപ്പുന്റെ അടുത്ത് പോകാന്ന് പറഞ്ഞേ? നിനക്ക് എന്നെ കാണണ്ടായിരുന്നോ? പാപ്പിന്റെ അടുത്ത് പോണെന്ന് പറഞ്ഞായിരുന്നു. കള്ളം പറയരുത്. പറഞ്ഞു കൊള്ളി, നീ പറഞ്ഞോടി പാപ്പുന്റെ അടുത്ത് പോണോന്ന്. നിനക്ക് എന്നെ കാണാൻ തോന്നിയില്ലേ? ഇഷ്ടമാണ്, പാപ്പിന് ഇഷ്ടമാണ്. അല്ല ഇതൊക്കെ കണ്ടു. ഇതെന്നത് ഇത് ചക്ക കല്യാണോ? എന്നിട്ട് ഞങ്ങള് നമ്മളിവിടെ പട്ടിണിയാണോ ഇത്? ജോർജ് കുട്ടി എവിടെ കുഴിക്കണോന്ന്. ഇത് എന്റെ പൊന്നെ, ഇതിന്റെ ചക്ക. ഞാൻ ഈ പ്രാവശ്യം ഒരു വെട്ടുവോ വേവിക്കോ ഒന്നും ചെയ്തിട്ടില്ല. എന്നെ ചെയ്യാൻ പറ്റും? പഴുത്തന്നെ മണം വരുന്നുണ്ടല്ലോ. ഇപ്പഴാ ബാപ്പു ചെവി കണ്ടത്.
ഇത് പാപ്പുന്റെ ആരാ? പാപ്പുന്റെ ആരാ? പാപ്പുന്റെ ആരാ ഇത്? ഓ പൊന്ന് ചക്കരപ്പൊന്ന് ഒച്ചത്തി പറ. ചക്കരപ്പൊന്ന്. പഴുത്തത് ആണോ? കുമാരിയമ്മേനെ കൂടെ കൂട്ടി വെട്ടിയാ മതി, രണ്ടിടത്തോട്ട് വേയിക്കുവോ? വേണ്ട പാപ്പുന്റെ പക്ഷെ പുളിച്ചു പോവോ? ചക്കരപ്പൊന്നെ പുളിച്ചു പോവോ? ചക്കരപ്പൊന്നെ ചക്കരപ്പൊന്നെ. ഓ ഇല്ലായിരിക്കും, ഇത്ര ഇവിടെ തണുപ്പല്ലേ. ഇനിയിപ്പോ ഈ രാത്രി സ്നേഹക്കൂടൽ എന്നെ പറയാനും ചേട്ടായിയോടാ കേട്ടോ. വല്യപ്പനും മകളും കൂടെ ഭയങ്കര പുന്നാരിയിലാണ് കേട്ടോ. എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് വീഡിയോ എടുത്തപ്പോൾ ഒരു പറ്റി ഞാൻ അവിടെ കസേര ഇരുന്നിട്ടൊക്കെ എടുത്തത്, അത് ഈ സ്ലോ മോഷനായിപ്പോയി. അപ്പോൾ സൗണ്ടൊക്കെ ഒരുമാതിരി ആയിപ്പോയി. നോക്കിയേ ചക്കയൊക്കെ എടുത്തോണ്ട് അമ്മ സ്ലോ മോഷനിൽ പോയി നോക്ക്. അവൾ ഉമ്മ കൊടുക്കുന്നത് നോക്കിയേ, ചേട്ടായി ഉമ്മ കൊടുക്കുന്നത് നോക്കിയേ, സ്ലോ മോഷന്. പിന്നെ ഞാൻ വിചാരിച്ചു ഏതായാലും എടുത്തതല്ലേ അവിടെ വോയിസ് കൊടുത്തേക്കാന്ന് വിചാരിച്ചു കേട്ടോ. ചേട്ടായി ഇതേ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പാത്രവും മൊന്തയും കപ്പും ഒക്കെ അവിടെ ഇരിക്കുന്നത് തന്നെ എടുത്തുകൊണ്ടല്ലേ വെക്കുന്നത്. അതിൻ്റെ ബാലൻസ് കഴിച്ചിട്ട് വെച്ചതിൻ്റെ ബാലൻസ് പാത്രങ്ങളൊക്കെ ഇരിക്കുന്നത് കേട്ടോ. എന്താണ്ട് എല്ലാം ലോകിയൊക്കെ പറഞ്ഞ് അതങ്ങനെയല്ല പാപ്പു. എന്നാൽ സ്കൂളിനൊക്കെ നമ്മൾ പറഞ്ഞല്ല സ്കൂളെന്നൊന്നുമല്ല, ഈ സ്കൂളെന്നോ അങ്ങനെ എങ്ങാണ്ടൊക്കെയാണ് പറയുന്നത്. അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം പറിച്ചിട്ടാണ് കേട്ടോ. ഓ അതെങ്ങനെയുണ്ടോ? മധുരമുണ്ടോ? പുളിയാണോ? ഇതൊന്നും എടുത്ത് നോക്കി. എൻ്റെ പൊന്നെ ഇന്നലെ അജേഷ് ആകുന്ന പോകുന്നത് അല്ലേ, വില നോക്കിയതാ. എല്ലാ പിള്ളേർക്കും ഭയങ്കര ഇഷ്ടമാണ്. അത് മറ്റേത് ഇതാ വീട്ടിലെ ഇപ്പൊ പറിച്ചതേ ഉള്ളൂ, ഇത് മേടിച്ചത്. പപ്പ വെള്ളം കുടിച്ചത് ആ പാത്രമൊക്കെ തോന്നി എടുത്തിട്ട് കൂടി. മറ്റേത് നല്ല കപ്പളങ്ങപ്പഴം അതിന്നില്ലേ? ഞാൻ ഒരു വർഷം കഴിച്ചു. മാങ്ങയുണ്ട്, മാങ്ങ. എന്നാ ഇത് ഉണക്കായിരുന്നോ? എവിടെ നിന്ന് ഉണക്കാനായിട്ട്? ആരും കൊണ്ടുപോയി വെയിലത്തൊക്കെ വെക്കാനിരിക്കുന്നേ? ഉണക്കണ്ട, കവർ പൊട്ടിക്കിട്ടാൽ മതി നാളെ. അങ്ങനത്തെ നിന്ന് എടുത്താൽ മതി. ഇതല്ലാന്ന് തോന്നുന്നു, നമ്മൾ വെച്ച സൈസ് അല്ല. ചക്കപ്പഴം കണ്ടപ്പോ പതിയെ അനക്കം വെച്ച് എണീറ്റ് വന്ന കേട്ടോ. അതുകൊണ്ടാ കഴിച്ചു ഞാൻ ചക്ക കൊണ്ടുവന്ന് അനക്കം വെപ്പിക്കണ്ട അതൊക്കെ എനിക്കറിയാം. എന്റെ പൊന്നെ, ഇതേ താഴെ ഒരെണ്ണം പോയി എടുക്കാൻ പറ്റത്തില്ല. ഈ ചകണി കുനിയാനും വര ഒന്നും വര. ഇന്നലെ പോയി ചെയ്തിട്ട് വന്നല്ലേ ഉള്ളൂ. 7 ദിവസം അനങ്ങാൻ പറ്റിയായിരുന്നേ. ഓ നല്ലാണോ? നല്ല വെക്കണോ? ഈ കൈ വെച്ച് തിരുമ്പുമ്പോൾ ഇച്ചിരി വേദന കുറയും കേട്ടോ. ഇതുകൊണ്ട് ഇവിടെയൊക്കെ നീര് വെച്ച് വീർത്തിരിക്കുന്നത്. എൻ്റെ അമ്മ പാപ്പന്റെ തിരുമണേ. അയ്യോ, എന്ത് കൊച്ചിനെ പാപ്പുന്റെ സിദ്ധമ്മയുടെ കാല് തിരുമാൻ വേണ്ടി വന്നാണോ? ആരെ ഏറ്റവും ഇഷ്ടമാരെ? അയ്യോ ഇഷ്ടമാരെയാ? ആ ഇന്നലെ എന്നോട് പറഞ്ഞു കേട്ടോ, അതിന് എന്റെ തന്നെ മസാജ് ഒക്കെ ചെയ്തു തരും. ചോദിക്കൊന്നും വേണ്ട, തന്നെ ചെയ്തു തരും. കിടക്കുമ്പോ വെറുതെ ഇങ്ങനെ മസാജ് ഒക്കെ ചെയ്തു തരും കേട്ടോ. ഞാൻ പറഞ്ഞു നാളെ നമ്മള് സിന്ധമ്മ എടുത്ത് പോവല്ലേ, അപ്പൊ സിന്ധമ്മ കിടപ്പല്ലേ, കൊച്ചു മസാജ് ചെയ്യുമോന്ന് ചോദിച്ചു. ഞാൻ ചെല്ലുമ്പോ തൊട്ട് ചെയ്യൂന്നൊക്കെ പറഞ്ഞിട്ടാ വന്നേ. എനിക്ക് തിരുമാനായിട്ട് കൊച്ചു വന്നതാ. ഇവിടെ ഈ ഒരു മനുഷ്യനെ അത് സംഭവിക്കുക. ചോദിച്ചു കൊച്ചു മടുത്തു പറഞ്ഞു. നാളെ ഞാനേ പിള്ളേർക്ക് അതിന്റെ ക്ഷമ കേട്ടോ. അതിനോട് ആരെ ഇഷ്ടം അത് ആരെ പറയും? കടലിന്റെ തീടം നടുക്കാം. എനിക്ക് തലേന്ന് വെക്കത്തില്ല. ഞാൻ ഇന്ന് ഇവര് വന്നതിന്റെ പേരില് ഞാൻ ഇങ്ങോട്ട് അവിടെയാണ് എന്റെ വാസം. പക്ഷെ ഇന്ന് ഇങ്ങോട്ടേക്ക് പോന്നു. ഇനി ആ ബെഡ് എടുത്ത് നേരെ ഇട്. എന്നിട്ട് ഇപ്പൊ ചേച്ചി അടി പോകേണ്ടോണേ. മനസ്സിലായി, കത്തി. പിന്നെ കമ്പിളി ആ ഹനുമാന്റെ പുറത്തിരിപ്പുണ്ട്. പിന്നെ തണുക്കല്ലേ അത് അവർക്ക് 3 കൂടെ തയ്യോ? വേണ്ട, മറ്റേ തന്നെ എടുത്തോളാം. ഇത് കുഴപ്പമില്ല. നിങ്ങൾ എന്നിട്ട് നിങ്ങൾ ഇതാണല്ലോ ഇത് ഞാൻ മേലും വിളിച്ചു വെച്ചേക്കുന്ന വലിപ്പം ചെറുതായിരിക്കും. നോക്കട്ടെ. അവിടെ കണ്ണനും വെച്ചും വർത്താനം പറയാം. അങ്ങോട്ടും ചെന്നാൽ അവനോട് വർത്താനം പറയട്ടെ. വരാം. ചേട്ടനും അതിനും കൂടെ വർത്താനമൊക്കെ പറയുക കേട്ടോ. ഇവിടെ ലോകത്തില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് രണ്ടുപേരും കൂടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്.
സിന്ധമ്മ നൈസി ഞാൻ വന്നപ്പോഴത്തേക്ക് എന്നെ ക്യാമറമാൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. ക്യാമറമാൻ അമയ വിഷ്ണുവിനോടൊപ്പം. രേണു? ഏത് രേണു? അങ്ങനെ കൊറേ പേരുകൾ വരുന്നുണ്ട് ഈയിടെയായിട്ട്. ഇതെന്തിട്ടാ ഇത്? കൊച്ചവിടുന്ന് ഓടി രക്ഷപ്പെടുമായിരുന്നു. പാപ്പവും അമ്മച്ചിയമ്മയും കൂടെ ആരെ ഇഷ്ടം ഇത് ചോദിച്ചു കൊച്ചും അടുത്തു. അവസാനം അത് ഓടി രക്ഷപ്പെട്ടു. കുറച്ചും പറഞ്ഞ പാപ്പൂനെ, നമ്മുടെ വീഡിയോയിൽ പറഞ്ഞ പാപ്പൂനെ, സിന്ധമ്മയുടെ വീഡിയോയിൽ സിന്ധമ്മനെ. എന്ത് ചെയ്യും മല്ലയ്യ. ചെരുപ്പൊക്കെ എടുത്തിട്ടല്ല പട്ടി കൊണ്ടുപോകുന്ന അമ്മ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് നിങ്ങളുടെ ഭർത്താവ് നടക്കട്ടെ. ഞാൻ വന്നപ്പോൾ രണ്ടുപേരും സൈലന്റ് ആയി. ഞാൻ പോയേക്കുവാ. തൃശ്ശൂരിൽ നിന്ന് ഇത്രയും കാശ് മുടക്കി വന്ന കൊച്ചു കാല് തിരുമ്പി കൊടുക്കാനാണോ? പാവം. ആ ഉണ്ടല്ലേ, എനിക്കും ഇന്നലെ തോന്നി. ആ ടൈറ്റ് ആക്കുന്നത് കറക്റ്റ് ആയിട്ട് തൂത്ത് കൊടുത്ത് പിടിച്ചു കൊടുത്തേ കൊച്ചു ചെയ്യാറുള്ള ഉണക്ക്. ആ അത് തന്നെ കറക്റ്റ് പിടുത്തല്ലേ, നല്ല ടൈറ്റിലേ ചെയ്യൊക്കെ ഉള്ളു അല്ലേ. മസാജ് കുഞ്ഞോ പാപ്പന്റെ കാര്യം ഒരു 2 തിരുമ്പ് പാപ്പുവിന്റെ കാലം തിരുമ്മി കൊടുക്ക്. നിന്റെ ജോയൊക്കെ മേടിച്ച് തരുന്നല്ലേ. ആകെ ഒരു പൊറോട്ട തിന്നിട്ടുള്ളൂ, അതിനുള്ള തിരുമ്മലൊക്കെ തിരുമ്മി. അതെ കുഞ്ഞുവാവയായപ്പോ ഈ കയ്യിൽ അത്ര നീളം പോലും ഇല്ലായിരുന്നു. എന്നിട്ട് ഞാൻ ഉറപ്പോ അടച്ച് തള്ള കിടന്ന് ഉറങ്ങിക്കോട്ടെന്ന് വെച്ചോണ്ട് രാത്രി മൊത്തം കീയോ എന്ന് പറഞ്ഞോണ്ട് കിടന്ന് കാറും. എന്നിട്ട് ഞാനോ എനിക്ക് അറിയത്തില്ലാത്ത പാട്ടുകൾ ഒരു രാത്രി വെളുക്കോളുവേ. പാപ്പു അന്നേരം കിടന്ന് സുഖമായിട്ട് ഉറങ്ങുവേ. ഞാൻ മാത്രമാണ് നോക്കിയേക്കുന്നത്. എന്നിട്ട് കിയോ എന്ന് പറഞ്ഞിട്ട് കാറും കിടന്നോണ്ട് അച്ഛന്റെ പൊന്നു മോളല്ലേ അമ്മയുടെ പൊന്നു മോളല്ലേ എന്ന് പറഞ്ഞ അമ്മ പാട്ട് പാടി 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 ഓർക്കുന്നേ. അവൾക്ക് അവളുടെ കുഞ്ഞിലത്തെ കഥ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാട്ടോ. എന്നിട്ട് അമ്മ ഇനി ചേർത്ത് ഇങ്ങോട്ട് കിടത്തി ഒന്ന് ഉറക്കി കഴിയുമ്പോൾ ഒറ്റ മുള്ളിച്ചെന്ന് കൂടും. നന്നായിട്ട് എന്താണ് കട്ടിക്കേറി എല്ലാം മുള്ളിയൊക്കെയായിരുന്നു കുഞ്ഞായിരുന്നപ്പോ. അതിന് കുഞ്ഞല്ലായിരുന്നു അന്നേരം കുഞ്ഞല്ലേ ഇരിക്കാൻ പറ്റും. കോസറ്റിനകത്തോട്ട് വീണ് പോകത്തില്ലേ? ആ കുഞ്ഞല്ലേ ഇച്ചിരിയല്ലേ ഉള്ളൂ. ഇത്ര കുഞ്ഞു കൊടുക്കും. അത് കഴിഞ്ഞ് പിന്നെ എന്താ രാവിലെ എണീറ്റ് കഴിയുമ്പോ അമ്മ പുറകിൽ അവിടെ ഒരു മേശ കിടപ്പില്ലേ നമ്മുടെ, ആ മേശയിൽ കൊണ്ടുപോയി ഒരു പ്ലാസ്റ്റിക് വെച്ചിടും. എന്നിട്ട് എണ്ണ എടുക്കും, തലയിലോട്ട് തേക്കും. മുട്ടത്തലായിരുന്നു, തലമുടിയൊന്നും ഇല്ലായിരുന്നു. എന്നിട്ട് പിന്നെ കയ്യിലോട്ട് ഇച്ചിരി എണ്ണ എടുത്തിട്ട് ഇങ്ങനെ എടുത്ത് ഉപ്പിച്ച് വെക്കും. എന്നിട്ട് കയ്യേൽ ഇങ്ങിച്ച് തൂക്കും, കാലയിൽ ഇച്ചിരി തൂക്കും. എന്നിട്ട് വെള്ളം എടുക്കും, ചൂടുവെള്ളം എടുത്ത് കുളിപ്പിച്ച് കഴുകി കണ്ണിലൊന്നും ചോപ്പൊന്നും പോകാതെ സൂക്ഷിച്ച് കഴുകി കുളിപ്പിച്ച് തോർത്തിക്കൊണ്ട് വരും. എന്നാലും കുഞ്ഞാനും പറഞ്ഞു കാറും. പാപ്പു എന്നോട് ചോദിക്കും, നീ എന്നാണ് ഈ കൊച്ചിനെ കാണിക്കുന്നത്, പെട്ടെന്ന് കുളിപ്പിച്ചെടുക്കടി, അതിന് തണുത്തിട്ടാടി, അതിന് അങ്ങനെ അടി ഇങ്ങനെ അടി എന്നൊരു പാപ്പു വഴക്ക് പറയും. അങ്ങനെയൊക്കെയായിരുന്നു പാപ്പു. ദൈവമേ, സ്കൂളില് മുടി പോണിറ്റേല് കെട്ടണം, അതാ വെട്ടാത്തെ. മുടി ഇല്ലെങ്കിൽ പോണിറ്റേല് കെട്ടാൻ പറ്റിയല്ലോ. പൊക്കി കെട്ടി പാറുന്റെ ഒക്കെ കെട്ടി വെച്ചോണ്ട് പോന്നെ, കെട്ടാണ്ട് പറ്റില്ല ഇവിടെ. ഒന്നുകൂടെ കാണിച്ചേ, ഇനി വന്നേ നോക്കട്ടെ നല്ലതാണോന്ന്. ഒന്ന് കറങ്ങിക്ക്, ഒന്ന് കറങ്ങ്. ഓ അയ്യോ എൻ്റെ അമ്മേ, അത് ഒന്നൊന്നര കറങ്ങലായിപ്പോയി. ഇതാരും മേടിച്ചെന്ന സാധനോ കയ്യിലിരിക്കുന്നേ? ഉടുപ്പാരും മേടിച്ചെന്നാ? അയ്യോ സോറ് മേടിച്ചെന്ന ഉടുപ്പാണോ ഇത്? എൻ്റെ അമ്മ, എന്നിട്ട് നീ സാറിന് നല്ലത് വരുത്തണേന്ന് പ്രാർത്ഥിക്കുന്നുണ്ടോ? അതെന്നാ സാറിനെ കൂടുതൽ ഇഷ്ടമാണോ? ആണോ? അത് ശരി. ഞങ്ങളെ ഇഷ്ടമുണ്ടോ?
ഇഷ്ടമില്ലേ? എടീ, നീ ഇന്നലെ കള്ളിയാണ്. നീ ഇന്നലെ പാപ്പുവിനെ ഇഷ്ടമെന്ന് പറഞ്ഞു, കുറച്ച് കഴിയുമ്പോ എന്നെ ഇഷ്ടമെന്ന് പറഞ്ഞു, ഇപ്പൊ സാറിനെ ഇഷ്ടമെന്ന് പറഞ്ഞു. കൂടുതൽ ഇഷ്ടം സാറിനെയാണ്. ഇപ്പൊ നീ അവസരവാദി കേട്ടോ. നിന്റെ പേരമ്മച്ചിനെയോ ഇഷ്ടമാണോ? കാല തീരുമാനോ? പിന്നെ നിനക്ക് റാണിയമ്മേനെ ആണോ? റാണിയമ്മ എന്നെ സമ്മാനം കൊണ്ടുവരുമെന്നൊക്കെ പറയുന്നത് കേട്ടെ. ആ, സ്കൂള് കാണാൻ, കൊച്ചിന്റെ സ്കൂള് കാണാൻ വരുന്നതൊക്കെ. ആണോ? എൻ്റെ അമ്മേ. കൊറേ ചക്ക കൊണ്ടുവന്നു. എല്ലാം പുളിച്ചും പഴുത്തു പോയി കേട്ടോ. ഒരു ചെറുത് കിട്ടിയിട്ടുണ്ട്, പിന്നെ അത് പച്ച. എല്ലാവർക്കും കൂടി ഉള്ളതില്ല. അതെ, എല്ലാവർക്കും കൂടെ വെക്കാൻ. എല്ലാം നീ വേവിച്ചോ. എല്ലാം അരിഞ്ഞ് പൊളിച്ച് റെഡിയാക്കി സെറ്റാക്കി തരാം. സുനി വരുമ്പോഴത്തേനും വേവിച്ച് വെച്ചോളാം. എന്നിട്ടത് മുറിച്ച് എന്നാൽ രണ്ടിടത്തോട്ടും കൊണ്ടുപോകാൻ നോക്കുന്നുണ്ട്. ഇതാണ് കൂഴ. ഇത് അതും പഴുത്തു. ഇതും പഴുത്തു. ഇത് രണ്ട് വരിക്കാന്ന് തോന്നുന്നു. അത് വരിക. അത് കാരണം പിന്നെ അതുകൊണ്ട് പുളിച്ചത് എങ്ങനെയാണ് തിന്നാ അല്ലേ? അത് പുളിതൊണ്ട് തിന്നാം. പുളിതൊണ്ട് തിന്നാം. കുമാരി ചേച്ചിക്ക് നല്ല മുട്ടപ്പടി ഒന്നും പറയണ്ട. അയ്യോ എൻ്റെ ദൈവമേ, എല്ലാം വെട്ടി അടുത്തി തന്നു കേട്ടോ. ഒരു ചെറുത് മാത്രം പച്ചയായിട്ടിരിപ്പുണ്ടായിരുന്നേ. ബാക്കിയൊക്കെ പുളിച്ചും പഴുത്തും ജനിച്ചും ഒക്കെ പോയി. എന്നിട്ട് മടല് കളയാൻ പോയേക്കും. എന്നിട്ട് ഞാൻ വന്ന് അരിഞ്ഞ് തന്നിട്ട് ഇറങ്ങിപ്പോക്കോളാം കൊച്ചേ, വൈകിട്ട് അമ്മൂനെ കൊണ്ട് വേവിച്ചാൽ മതി കേട്ടോ എന്ന് പറഞ്ഞു. രാത്രി വന്നപ്പോൾ ഒക്കെ തിരുമ്മി തന്നു കേട്ടോ. ഇപ്പം ചിറ്റമാരുടെ അടുത്തൊക്കെ പോയിട്ട് വന്നതാണ്. എന്നിട്ട് കയ്യെ രണ്ടേലും ക്യൂടെക്സും കാല രണ്ടേലും ക്യൂടെക്സും. കണ്ടോ, ഞാൻ വഴക്ക് പറഞ്ഞു, ചോറിനൊന്ന് കയ്യെ എന്തിനാ ഇട്ടേന്നേ. കാലയില് എൻ്റെ അമ്മയെ കറുത്ത ക്യൂടെക്സ്. ബ്ലാക്കാ ആണോ? ഞാൻ പറഞ്ഞു കയ്യെ ചോറിനൊന്ന് കയ്യെ എന്തിനാ ഇട്ടത്, അത് ഫുഡ് കഴിക്കുന്നതല്ലേന്ന് ചോദിച്ചു. ചോറിനൊന്ന് കയ്യെ ഇടരുത്. എന്നാന്നറിയോ, വൈകിട്ട് പോയാ ഉവി വരും. ആണോ തരുന്നേ? അത് ഞാൻ ചോദിച്ചു, സ്കൂളിൽ ചെല്ലുമ്പോൾ വഴക്ക് പറയത്തില്ലേ ഫുഡ് കഴിക്കാൻ സമയത്ത്? അവര് ടീസ്പൂണിനകത്താ ഫുഡ് തരുന്നതെന്ന്. എങ്ങനുണ്ട്? തൃശ്ശൂരിലാണോ നിന്റെ സ്കൂള്? ആണോ? എന്നാ കാല് തിരുമ്മി വെച്ച് നേരം കൂടെ. എൻ്റെ കൊച്ചു കാല് തിരുമ്മി തരും കേട്ടോ. ഇതുണ്ടോ? അയ്യോ, എൻ്റെ ചെരുപ്പാണോ കാല എടുത്തിട്ടേ? ആണോ? എൻ്റെ ചെരുപ്പോ അത്? അതെന്റെ ചെരുപ്പാ. ബാപ്പുന്റെ ചെരുപ്പൊന്നുമില്ല. ബാപ്പുന്റെ ചെരുപ്പ് വേണ്ട അവിടെ കിടക്കുന്നു. അതല്ലേ കിടക്കുന്ന അലമാരിയുടെ അടുത്ത്. ആണോ? ഫ്രണ്ട്സിന്റെ പേരെന്നാ? കൂട്ടുകാരുടെ സ്കൂളിലെ ഫ്രണ്ട്സൊക്കെ ഉണ്ടോ നിനക്ക്? എന്നാ പേര് കൂട്ടുകാരുടെ ഫ്രണ്ട്സിന്റെ? ഇതുവരെ സ്കൂളിൽ ഫ്രണ്ട്സ് ഇല്ലേ, കൂട്ടുകാരില്ലേ അംഗൻവാടിയിലത്തെ പോണക്ക്? പേര് പറ. പേരൊന്നും ചോദിച്ചിട്ടില്ലേ? കൂട്ടുകാരിയാണോ? കൂട്ടുകാരി ആണോ? ഇനിയിപ്പോൾ ഇവിടെ നിന്നു. എൻ്റെ കാലിന് വേനയല്ലേ, എനിക്ക് ഇച്ചിരി കഞ്ഞിയൊക്കെ വെച്ച് വന്ന് കാലൊക്കെ തൂത്തത് ഇവിടെ നിന്നു. അവർ പൊക്കോട്ടെ. ഉറക്കം വരുന്നുണ്ടോ? നമ്മുടെ കയറി കിടക്ക്. നേരെ അടുത്ത് കയറി കിടക്ക്. നിന്റെ കട്ടിലേതാ അതിന്? എൻ്റെ ഇതേ കിടന്നു. എൻ്റെ കട്ടിലേ കിടന്നു ഇവിടെ. പാപ്പുനെ ഒരിക്കലും പാപ്പുനെ പൗഡറൊക്കെ ഇട്ട് കൊടുക്കുക, പൊട്ട് ഇട്ട് കൊടുക്കുക, അതൊക്കെയാ പരിപാടി അല്ലേ? പിന്നെ പിന്നെ ചിത്തമാര് ഒരു ചക്ക വെട്ടി കുമാരി പോകുന്നു.